നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചരിത്രം എന്നും ഇങ്ങനെയാണ്. അടിച്ചമർത്തപ്പെട്ടവരുടെ സമൂഹമുണ്ടാകും, അധസ്ഥിതരുടെ സമൂഹമുണ്ടാകും, എല്ലാം ഉണ്ടാവും. കറുത്ത വർഗ്ഗക്കാരുടേതുണ്ടാവും, വെളുത്ത വർഗ്ഗക്കാരുടേതുണ്ടാവും, സമ്പന്നൻ്റെ ആവും, ദരിദ്രൻ്റെ ഉണ്ടാവും, പണ്ഡിതൻ്റെ ഉണ്ടാവും, പാമരൻ്റെ ഉണ്ടാവും, എല്ലാം ചേരുന്നതാണ് ഒരു സമൂഹം. എന്നാൽ കാലാകാലങ്ങളിൽ ചില ജീവനുകൾ ഭൂമിയിൽ വരും. അവർ നവോത്ഥാന നായകരെന്നോ അല്ലെങ്കിൽ പ്രവാചകരെന്നോ ഗുരുക്കന്മാരെന്നോ ഋഷീശ്വരന്മാരെന്നോ എന്ത് പേരിലും പറയാം നമുക്ക്. അങ്ങനെ 1863 ആഗസ്റ്റ് 28-ന്, ഇന്ന് ആഗസ്റ്റ് 28 1863 ആഗസ്റ്റ് 28-ന് കാളിയുടെ മകനായി ജനിച്ച, അച്ഛൻ്റെയും കൂടെ പേര് ചേർത്ത് വരുമ്പോൾ അയ്യങ്കാളി എന്ന മഹാത്മാ അയ്യങ്കാളി, മഹാത്മാവ് തന്നെയാണ് അദ്ദേഹം. കാരണം ആ മഹാത്മാക്കൾക്ക് ജീവനിൽ, ആർക്കും ജീവനിൽ ജാതിയില്ല. പക്ഷെ മഹാത്മാക്കളെ സംബന്ധിച്ച് അങ്ങനെ ജാതി പറയാൻ നമുക്ക് കഴിയുകയില്ല. അങ്ങനെ വെങ്ങാനൂരിൽ ജനിച്ച മഹാത്മാ അയ്യങ്കാളി വലിയ നവോത്ഥാന പരിപാടികൾ നടത്തിയിട്ടുള്ള വ്യക്തിത്വമാണ്. അന്ന് അയ്യങ്കാളിയോടൊപ്പം തന്നെ അയ്യങ്കാളിക്ക് സമാനമായ ആ കാലഘട്ടത്തിൽ തിരുവനന്തപുരം തൈക്കാട് അയ്യാവ് ഗുരുവുണ്ട്. അദ്ദേഹം സവർണൻ സമുദായത്തിൽ ജനിച്ച ആളാണ്. ഗുരുദേവനുണ്ട്, ശ്രീനാരായണ ഗുരുദേവനുണ്ട്, ചട്ടമ്പി സ്വാമികളുണ്ട്. അങ്ങനെ ഒത്തിരി ആളുകളുണ്ട്. ആ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള വൈകുണ്ഠസ്വാമികളുണ്ട്. ചെറിയ ചെറിയ വ്യത്യാസമുള്ളൂ വർഷങ്ങളിലൊക്കെ. ഇവരുടെ ഒരു വലിയ നിര കേരളത്തിൽ വലിയ തോതിലാണ് സാമൂഹ്യ നവോത്ഥാന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. പൊതുനിരത്തിലൂടെ സാധാരണക്കാർക്കും അധസ്ഥിതർക്കും ദളിതന്മാർക്കും സഞ്ചരിക്കാൻ പറ്റില്ല എന്നൊരു സ്ഥിതി വന്നപ്പോൾ പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കൊന്നും അന്ന് പട്ടികജാതി പട്ടികവർഗ്ഗം ഇല്ല. കാരണം പട്ടികജാതി പട്ടികവർഗ്ഗം എന്ന് പറയുന്നത് ഈ ഭരണഘടന വന്നതിന് ശേഷമാണ് അങ്ങനെ ഷെഡ്യൂൾ ചെയ്തത്. അപ്പോൾ അതിനു മുമ്പുള്ള ഈ സാധാരണ ജനങ്ങളെ പൊതുനിരത്തിലൂടെ നടക്കാൻ അനുവദിക്കാതിരിക്കുക, അവിടെ വില്ലുവണ്ടി സമരം ചെയ്തുകൊണ്ട് പൊതുനിരത്തിലൂടെ നടത്താൻ ഉള്ള 1893 ചരിത്രപ്രസിദ്ധമായ വില്ലുവണ്ടി സമരത്തിലൂടെ പൊതുനിരത്തിലൂടെ ആളുകളോട്ട് നടത്താനും യാത്ര ചെയ്യാനും അവസരമുണ്ടാക്കിയ അയ്യങ്കാളി, മഹാത്മാ അയ്യങ്കാളി. അതുപോലെ തന്നെ 1904 ആകുമ്പോൾ പള്ളിക്കൂടം തുടങ്ങുന്നുണ്ട്. പക്ഷേ പള്ളിക്കൂടം സവർണ വിഭാഗത്തിൽപ്പെട്ടവർ കത്തിക്കുന്നുണ്ട്. പക്ഷേ ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ, അതും കൂടി പറയാതെ പോകാനാകില്ല. അന്നത്തെ ക്രിസ്തീയ മതവിഭാഗക്കാർ ഇന്നത്തെ ക്രിസ്തീയ മതവിഭാഗക്കാരെ പോലെ അല്ല. ഇന്നിപ്പോൾ ഏതെങ്കിലും പള്ളിക്കൂടത്തിൽ ചേർന്നാൽ, ക്രിസ്തീയ പള്ളിക്കൂടത്തിൽ കോളേജിൽ ചേർന്നാൽ മതം ഒന്നും മാറണമെന്നില്ല. കാരണം അങ്ങനെ പ്രാർത്ഥനയൊന്നുമില്ല. എല്ലാവർക്കും ഇഷ്ടമുള്ള ഓണവും എല്ലാം ആഘോഷവും എല്ലാം ഉണ്ട്. വളരെ മതേതരമായിട്ടാണ്. പക്ഷേ അത് അന്ന് പല സ്ഥലങ്ങളിലെങ്കിലും, ചില സ്ഥലങ്ങളിലെങ്കിലും പള്ളിയുമായി ചേർന്നോ അല്ലെങ്കിൽ അല്ലാതെയോ ക്രിസ്ത്യൻ മിഷണറിമാർ, ബ്രിട്ടീഷുകാരുടെ കാലവും കൂടെയാണ്, വളരെ പർപ്പസായി മതമാറ്റത്തിന് വേണ്ടി തന്നെയാണ് സ്കൂളുകളെയും പ്രയോജനപ്പെടുത്തി. ഇത് മനസ്സിലാക്കി അയ്യങ്കാളി പറഞ്ഞു, അങ്ങനെ എൻ്റെ മക്കളെ അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കളെ മതമൊന്നും മാറ്റേണ്ട, അവർ ഹിന്ദുക്കളായിട്ട് തന്നെ തുടരട്ടെ. മതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, വലിയ വിഷയങ്ങളുണ്ട്. പക്ഷേ അവർ ഹിന്ദുക്കളായിട്ട് തന്നെ പോരാടി തുടരട്ടെ, അവർ പോരാടി നേടട്ടെ. എന്തായാലും ക്രിസ്ത്യ മതത്തിലൊന്നും ചേരാൻ താല്പര്യമില്ല എന്നുകൂടി പറഞ്ഞിട്ടാണ് സ്കൂൾ തുടങ്ങുന്നത്. പക്ഷേ ആ സ്കൂളിനെ തന്നെ ഹിന്ദു വിഭാഗത്തിലെ സവർണരായിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ കത്തിച്ച് കളഞ്ഞു. അത് വലിയ വിവാദങ്ങളുണ്ടായി. പിന്നെ അതിനുശേഷം വീണ്ടും സ്കൂൾ തുടങ്ങി. അങ്ങനെ വലിയ വലിയ വിവാദങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ മറയ്ക്കാനും ശരീരത്തിൻ്റെ തുടയുടെ താഴോട്ടുള്ള ഭാഗം, അതായത് വയറും അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങൾ മാത്രമേ മടക്കാൻ അവകാശമുള്ളായിരുന്നു. മറയ്ക്കാനും അവകാശമില്ലായിരുന്നു പല വിഭാഗം ആളുകൾക്കും. തുടയ്ക്ക് താഴോട്ട് സാരിയോ അല്ലെങ്കിൽ വസ്ത്രമോ ഒന്നും ഉടുക്കാനും അവകാശമില്ല. അത് രണ്ട് ഭാഗവും കാണിക്കണം. ശരീരത്തിൻ്റെ മധ്യഭാഗത്ത് മാത്രമേ വസ്ത്രം ധരിക്കാൻ അവകാശമുണ്ടായിരുന്നൊരു സമൂഹമുണ്ട്. അതുപോലെ കല്ലുമാല ധരിക്കാൻ പാടുള്ളൂ, ബാക്കിയുള്ളവർക്ക് നല്ല സ്വർണ്ണമാലയും വെള്ളിമാല, അങ്ങനെ ഒരുപാട് അശാസ്ത്രീയതകളും നമ്മൾ കേട്ടാൽ അറയ്ക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ തമ്പുരാക്കന്മാരൊക്കെ മണി അടിച്ചുകൊണ്ട് പോകുമ്പോൾ വേറെ ചിലയിടത്താണെങ്കിൽ ഇവരുടെ കഴുത്തിൽ, പാവപ്പെട്ട സാധാരണക്കാരുടെ കഴുത്തിൽ മണി കെട്ടിയിരിക്കണം. അപ്പോൾ അതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ സമ്പന്നർമാർ അല്ലെങ്കിൽ സവർണർ മാറിപ്പോകണം. അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. പക്ഷേ ഇതെല്ലാം മാറ്റിയെടുക്കുന്നതിൽ സവർണർക്കും വലിയ പങ്കുണ്ട്. മന്നത്ത് പത്മനാഭൻ വലിയ റോൾ വഹിച്ചിട്ടുണ്ട്. നായർ കമ്മ്യൂണിറ്റിക്കകത്ത്, സമുദായത്തിനകത്ത് നടന്ന അശാസ്ത്രീയതകളെയും അസംഭവ്യമായ കാര്യങ്ങളെയൊക്കെ മാറ്റിയെടുക്കുന്നതിന് മന്നത്ത് പത്മനാഭൻ്റെ വലിയ പങ്കുണ്ട്. ഗുരുദേവൻ്റെ വലിയ റോളുണ്ട്. ഇതെല്ലാ വിഭാഗം ആളുകളെയും മാറ്റിയെടുക്കുന്നതിൽ ഗുരുദേവൻ്റെ പങ്കുണ്ട്. തൈക്കാട് അയ്യാവ് ഗുരുവിൻ്റെ പങ്ക്, ഞാൻ പറഞ്ഞില്ല, ഓരോരുത്തരും അവരവരുടേതായ പങ്ക് നിർവഹിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ അന്ന് പ്രജാസഭയിലേക്ക് മഹാത്മാ അയ്യങ്കാളിയെ ചേർക്കുന്നത് അയ്യാഗുരുവിൻ്റെ നിർദ്ദേശം കൊണ്ട് വെച്ചുകൊണ്ടാണ്. തൈക്കാട് അയ്യാഗുരു അന്ന് സൂപ്രണ്ട് അയ്യാവാണ്. അന്ന് രാജാവിൻ്റെ കൊട്ടാരത്തിലെ, തിരുവിതാംകൂർ രാജ കൊട്ടാരത്തിലെ സൂപ്രണ്ടാണ്. കണക്കപ്പിള്ള എന്ന സൂപ്രണ്ടാണ്. അപ്പോൾ അങ്ങനെ സൂപ്രണ്ടായിരുന്ന തൈക്കാട് അയ്യാവ് ഗുരുവിൻ്റെയും കൂടി നിർദ്ദേശപ്രകാരമാണ് പ്രജാസഭയിലേക്ക് അയ്യങ്കാളിയെ എടുക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തി അന്ന് പുത്തരിക്കണ്ടം, തിരുവനന്തപുരം ഈസ്റ്റ് ഫോർട്ട്, ഇന്നത്തെ ഈസ്റ്റ് ഫോർട്ട് എന്ന് പറഞ്ഞാൽ അന്നത്തെ പുത്തരിക്കണ്ടമാണ്. അവിടെ വയലാണ്, കണ്ടമെന്ന് പറഞ്ഞാൽ വയലാണ്. അവിടെ നെൽകൃഷി ചെയ്തിട്ടാണ് അനന്തപത്മനാഭന് പുത്തരി കൊണ്ടുപോകുന്നത് അമ്പലത്തിലേക്ക്. അപ്പോൾ ആ വയലിൻ്റെ തീരത്തുകൂടെ കാളി, അയ്യങ്കാളി എന്ന കാളി നടന്നു വരുമ്പോൾ, കാളി ഉനക്ക് സൗഖ്യമാ എന്ന്
അയ്യാഗുരു ചോദിക്കുന്നുണ്ട്, ചരിത്രത്തിൽ കിടക്കുന്നതാണ്. അപ്പോൾ സൗഖ്യം താൻ എന്ന് പറഞ്ഞപ്പോൾ ഉന്നെ രാജകൊട്ടാരത്തിൽ തിരക്കുന്നു, ഉനക്ക് പ്രജാസഭയിലേക്ക് പോകലാം എന്ന് പറഞ്ഞ് അങ്ങനെ പ്രജാസഭയിലേക്കുള്ള അനുവാദം ഈ ഒരു സാങ്ഷൻ ഒരു ശുപാർശ കൊടുക്കുന്നത് തൈക്കാട് അയ്യാഗുരുവാണ്. അങ്ങനെ പ്രജാസഭയിലേക്ക് പോകുന്നുണ്ട്. പ്രജാസഭയിൽ പോയതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, അവസരം കിട്ടി. അപ്പോൾ ആ തരത്തിലൊക്കെ അയ്യങ്കാളി വലിയ തോതിലാണ് സമൂഹത്തിൽ മാറ്റമുണ്ടാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നത്. ഒരു അധസ്ഥിത വിഭാഗത്തിന് ഉണ്ടാകുന്ന മാറ്റം പോലെ തന്നെ സമ്പന്ന വിഭാഗത്തിലെ അല്ലെങ്കിൽ വർണ്ണ നിന്ന് ഉയർന്നു നിന്ന വിഭാഗത്തിൻ്റെ മനസ്സിലും പുരോഗമന ചിന്ത കൊടുക്കുന്നതിന് കേരള സമൂഹത്തിലാകെ ഒരു പുരോഗമനത്തിൻ്റെ, ജാതി വിരുദ്ധതയുടെ, മതേതരത്വത്തിൻ്റെ ചിന്ത കൊടുക്കുന്നതിൽ മഹാത്മാ അയ്യങ്കാളി വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹം 1941 ജൂൺ 18-നാണ് ഭൂമിയിൽ നിന്ന് വിടവാങ്ങിയത്. അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ വിടവാങ്ങി. എന്നാൽ ഒരു വിവാദം ഇപ്പോഴും നിൽപ്പുണ്ട്. EMSൻ്റെ പുസ്തകത്തിൽ, സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പുസ്തകത്തിൽ അയ്യങ്കാളിയുടെ സംഭാവനകളെക്കുറിച്ച് കൃത്യമായി പറയുന്നില്ല എന്നൊരു വാദവുമുണ്ട്. എന്നാൽ ചില പുസ്തകങ്ങളിൽ ഇതൊരു വലിയ തർക്ക വിഷയമായിട്ട് നിൽക്കുന്ന വിഷയങ്ങളുണ്ട്. അത്തരത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലും വിവാദങ്ങളിലുമൊക്കെ പെട്ടുപോയിട്ടുള്ള വ്യക്തിത്വമാണ്. എങ്കിൽ പോലും അദ്ദേഹം മഹാത്മാവ് തന്നെയാണ്. മഹാത്മാ അയ്യങ്കാളി ഭാരതത്തിൽ വരികയും കേരളത്തിൽ വരികയും വെങ്ങാനൂരിൽ ജനിക്കുകയും ഇവിടുത്തെ അധസ്ഥിത വിഭാഗത്തിനും ദളിത് വിഭാഗത്തിനും ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗ്ഗക്കാരെന്ന് പറയുന്ന വിഭാഗത്തിൻ്റെയും മോചനത്തിന് വേണ്ടിയിട്ടുള്ള വിമോചന പോരാളി തന്നെയായിരുന്നു. അതൊരു തലയെടുപ്പുള്ള തലപ്പാവിനുടമ തന്നെയായിരുന്നു മഹാത്മാ അയ്യങ്കാളി. എല്ലാവർക്കും തലപ്പാവ് വയ്ക്കുവാനും തല ഉയർത്തി നിൽക്കുവാനും ഒരു ജനതയെ പഠിപ്പിച്ച മഹാജ്ഞാനിയും മഹാപ്രവാചകനും മഹാഗുരുവും. ഏത് പദം ഉപയോഗിച്ചാലും നമുക്ക് അധികമാകില്ല. അങ്ങനെയുള്ള ഒരു വലിയ വ്യക്തിത്വവും ജീവനുമായിരുന്നു മഹാത്മാ അയ്യങ്കാളി.